ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഈ ഒരു പൂ നോക്ക്, ഇതിനെന്തുട്ടോ ഒരു പറയാ, ആനച്ചമ്പരത്തി, ആന എന്തുട്ടോ ഒരു പേര് പറയാന്. അപ്പം ഞാനിന്നിപ്പോൾ ഒരു പുതിയ വഴിയിലൂടെ യാത്രയിലാണ്. ഇവിടെ ഒന്നും ഒരു മനുഷ്യന്മാരില്ല, പേടിയാവുന്നും ഉണ്ട് കേട്ടോ, മൊത്തം കാട. അപ്പോൾ ഇന്ന് യാത്രയിലാണ്. പിന്നെ പേടിയാവണമെന്ന് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ വഴി കൂടെ നടക്കുമ്പോൾ മാത്രമൊന്നല്ല കേട്ടോ ഭയം എന്ന് പറഞ്ഞത് രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ വൈകിട്ട് ഉറങ്ങാൻ കണ്ണടക്കുന്നത് വരെ ഉള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ഭയപ്പെടുത്തുന്നതാണല്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടോ, ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്നൊരു ഊടുവഴിയിലൂടെ യാത്രയിലാണ്. വഴിയൊക്കെ കാണാണ്ട്, ആൾക്കാർ നടക്കണ വഴി തന്നെയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ട്, മഴ പെയ്തിട്ടേ വെള്ളം പോയിട്ട് വഴി ഇങ്ങനെ നല്ല വെളിച്ചായതാണോ എന്താവോ. അപ്പോൾ പറയാൻ വന്ന എന്താ വെച്ചാൽ, വഴുക്കലാണെങ്കിൽ അതിനിട്ടപ്പുറത്ത് വഴുക്കിയിട്ട് നടക്കാനും പറ്റില്ല. നായ്ക്കളാണ് ഒന്നാമത്തെ നായ്ക്കൾ. രണ്ടാമത്തത് റോഡൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ട്, എല്ലാ ഊടുവഴിയും കോൺക്രീറ്റ് ഇട്ടതല്ലേ, അവിടെയൊക്കെ വഴുക്കുന്നുണ്ട്. അതുകൊണ്ട് നടക്കാനൊരു ഭയം, പേടിച്ചിട്ടാണ് നടക്കണം. പിന്നെ എന്താ, ഇന്ന് വീഡിയോ ഇട്ടിട്ടില്ല. ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതുകൊണ്ട് വീഡിയോ ഇടാഞ്ഞത് കേട്ടോ. കുറച്ച് നേരത്തെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. പിന്നെ ഇത്ര ദിവസം മഴയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായില്ല. അപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ വെയിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങിയൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ മഴ തന്നെ. നനഞ്ഞൊട്ടിയാൽ പിന്നെ നടക്കാൻ പറ്റില്ല. എല്ലാം നടന്നുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ പിന്നെ നടന്ന് ഫർദയൊക്കെ നനഞ്ഞൊട്ടി, നടക്കാനും പ്രയാസമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം പറയാണ്ടായിരുന്നു, അത് മറന്നുപോയി. എന്താ പറയാമെന്ന് വിചാരിച്ചത്, എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഓണാക്കിയത്. പറയാമെന്നുണ്ടായിരുന്നു. മെസ്സഞ്ചറിലില്ലേ, FBയുടെ മെസ്സഞ്ചറിൽ അതിലൊരു മെസ്സേജ് വന്ന്, എന്താണെന്ന്, നിങ്ങൾ വിവാഹം നോക്കുന്നുണ്ടോയെന്ന് ചോദിച്ചൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് എപ്പോഴാണ് സംഭവം വെച്ചാൽ, രാവിലെ ഒരു 9:30-10 ആ ടൈമിലാണ് ഞാൻ കണ്ടത് മെസ്സേജ്. അപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോഴത്തേനും തുരുതുരാ മെസ്സേജും കോളും ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. 3-4 പ്രാവശ്യം കോൾ ചെയ്തിട്ട് ഞാൻ എടുത്തില്ല. മെസ്സഞ്ചർ ആയതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. മെസ്സഞ്ചർ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോൾ എടുത്തില്ല. ഞാൻ പറഞ്ഞു വിളിക്കണ്ട, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ശേഷം വിളിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ മെസ്സേജ് ഇടാൻ തുടങ്ങി. പിന്നെ മെസ്സേജ് ഇടണ, പിന്നെ ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കൽ പറയണൊക്കെ ഉണ്ട്. അപ്പം ഞാനെന്താ ജോലി, വീടുണ്ടാ, വീട്ടിലാരൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതൊക്കെ
ചോദിച്ച് അറിഞ്ഞ് പറഞ്ഞ് ഒക്കെ വന്ന് ഒക്കെ എല്ലാം പറഞ്ഞ് എന്താ പറയുക, നമുക്ക് എന്താ പറയുക, ഒരു കല്യാണം ആലോചിക്കുമ്പോൾ അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരു ഡിമാൻഡ് ഉണ്ടാവുമല്ലോ, ഇന്നതുപോലൊക്കെ ആയിരിക്കണം എന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ വരുമ്പോഴത്തേനും ഇയാൾക്ക് പിന്നെ പല കാര്യങ്ങളറിയണം. പ്രസവിക്കുമെന്നറിയണം, കുട്ടികളുണ്ടാവണം, ഗൾഫിൽ പോകണം, നാട്ടിൽ നിൽക്കണം, പിന്നെന്താണ്, കാണാൻ വരണം, ഗൾഫിൽ പോകണം, നാട്ടിൽ നിൽക്കണം, പിന്നെന്താണ്, പ്രസവിക്കണം, പിന്നെ വേറെന്താണ്, എല്ലാം ഇങ്ങനെ ഒരു 12 മണിക്കൂറാകുമ്പോഴത്തേന് ഈ വക കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ് രാത്രി 9:30 ഡിവോഴ്സും ആയി. ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ആങ്ങളമാർ വിളിക്കും, സംസാരിക്കും, അപ്പോൾ ഫോൺ നമ്പർ തായോ എന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടി ഡിവോഴ്സാക്കിപ്പോയി. 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പറയാൻ വിചാരിച്ച കാര്യം. അപ്പോൾ ഓക്കെ, എന്നാലും ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് നടക്കണതേ. അപ്പോൾ ഞാൻ അവിടെ നിന്നത്, അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായില്ല, ആൾക്കാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് പോകണം. അപ്പോൾ പിന്നെ അവരെന്താണ് വിചാരിക്കും. അപ്പോൾ ഓക്കെ എന്നാലിട്ടാ എല്ലാവർക്കും ബായ്. ഗുഡ് മോർണിംഗ് വീഡിയോ അല്ല കേട്ടോ, അത് അപ്ലോഡ് ചെയ്യാൻ കുറേ സമയം എടുക്കും, അതുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നില്ല. ഓക്കെ എന്നാലിട്ടാ.